പിണറായി വിജയൻ ഇന്ത്യ മുന്നണിയെ നിയന്ത്രിക്കുന്ന പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിൽ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി നേരിടുന്നത്. പക്ഷേ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും കണ്ണൂരിൻ്റെ മനസ്സ് സുധാകരനോടൊപ്പമാണ്. സുധാകരൻ ഈ മണ്ഡലത്തിൽ ഇത്തവണ തൻ്റെ സ്ഥാനം ഒഴിഞ്ഞു പോകാൻ തയ്യാറായിട്ടും സുധാകരനെ മണ്ഡലത്തിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു ഈ മണ്ഡലത്തിലെ വോട്ടർമാർ. എന്ന് പറഞ്ഞാൽ കണ്ണൂർ സുധാകരനോടൊപ്പമാണ് മനസ്സുകൊണ്ട്, വൈകാരികമായി, രാഷ്ട്രീയമായി. നിങ്ങൾ എങ്ങനെ നേരിടും കെ സുധാകരൻ എന്ന ഈ കരുത്തനെ? അല്ല, അദ്ദേഹം എന്തുകൊണ്ട് വീണ്ടും കണ്ണൂരിൽ മത്സരിച്ചു എന്നതിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനകത്ത് തന്നെയുള്ള തർക്കം ഇതുവരെ തീർന്നിട്ടില്ല. കാരണം ആ തർക്കത്തിൻ്റെ ഒരു പരിഹാരം എന്ന രീതിയിൽ കൂടിയാണ്. കാരണം സ്ഥാനാർത്ഥിയാകുന്നതിന് ദിവസങ്ങൾക്ക് മുന്നേ അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിച്ചൊരു കാര്യമുണ്ട്, ഞാൻ അധികമൊന്നും ചെയ്തിട്ടില്ല, വീഡിയോ ഉൾപ്പെടെ മാധ്യമങ്ങൾ വന്നിട്ട് ഞാൻ അധികമൊന്നും ചെയ്തിട്ടില്ല, കുറച്ച് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, ഞാനൊന്ന് ഒരു വിടവാങ്ങലിൻ്റെ ഒരു ഘട്ടം, അത് സത്യസന്ധതയായി നമുക്ക് കാണാൻ പറ്റില്ല. ഒരു MP എന്ന രീതിയിൽ ഒരു ഉത്തരവാദിത്വം ഈ നാട്ടിലെ ജനങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിൻ്റെ MP ആയി ജനകീയ പ്രവർത്തനങ്ങൾ, വികസന പദ്ധതി നടത്തുക എന്നത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാനൊരു ജനപ്രതിനിധിയാണ്. എന്നെ തെരഞ്ഞെടുത്ത ജനങ്ങളോട് ഞാൻ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു എന്ന് തുറന്ന് പറയാൻ പറ്റണ്ടേ? അതല്ലേ ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടത്, അതല്ലേ രാഷ്ട്രീയമായ മാന്യത എന്ന് നാം പറയേണ്ടത്. ഇവിടെ തുടക്കത്തിൽ ശ്രീ റിജിൽ മാക്കുറ്റി പറയുണ്ടായി അദ്ദേഹത്തിൻ്റെ വികസനം സംബന്ധിച്ച്. അദ്ദേഹം ഓളം എന്ന് ചേർത്തുകൊണ്ടാണ് പറഞ്ഞത്. വളരെ കൃത്യമായി ഫാക്ട് വെച്ച് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം ഇതാ പാർലമെൻറ്റിൽ തന്നെ കണക്കെടുത്ത് പരിശോധിക്കുക. ഇന്ത്യൻ പാർലമെൻറ്റിൽ റിപ്പോർട്ടർ ചാനൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നേ കേരളത്തിൽ 20 ലോക്സഭാ MP-മാരെ കുറിച്ച് ഒരു റിവ്യൂ കൊടുക്കുകയുണ്ടായി. ആ റിവ്യൂവിൽ റിപ്പോർട്ടർ ചാനൽ തന്നെ ഉപയോഗിച്ച ഒരു പ്രയോഗമെന്ന് പറയുന്നത് ഇതുവരെ വന്നതിൽ ഏറ്റവും മോശം പെർഫോമൻസ് ഉള്ള ഒരു MP-ആണ് കണ്ണൂരിൻ്റെ MP എന്ന നിലയിലാണ്. അദ്ദേഹത്തിൻ്റെ ഹാജർ എന്ന് പറയുന്നത് 50%. ഞാനതിനെ കമ്പയർ ചെയ്ത് വല്ലാതെ പോകുന്നില്ല, നമുക്ക് ചർച്ചയുടെ മറ്റു ഘട്ടത്തിൽ വരുമായിരിക്കും. ശ്രീമതി ടീച്ചർ ഹാജർ നില 77% ടീച്ചറുടെ 5 വർഷം. 2103 കോടിയുടെ വികസന പദ്ധതികൾ ഈ മണ്ഡലത്തിൽ നടന്നു. ഞാൻ ഓരോന്നും എടുത്തെടുത്ത് പറയുന്നില്ല, താരതമ്യം ചെയ്യാം. അതുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഒരു സെൻട്രൽ റോഡ് ഫണ്ട് പോലും ഈ മണ്ഡലത്തിൽ എത്തിക്കാൻ പറ്റാത്ത, ഒരു വികസനവും ഈ മണ്ഡലത്തിൽ നടത്താത്ത, ഇന്ത്യൻ പാർലമെൻറ്റിൽ ഡിബേറ്റിന് പോലും, ബജറ്റ് ഡിബേറ്റിൽ പോലും എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാത്ത, 50% ഹാജറുള്ള ഒരു ജനപ്രതിനിധിയാണ് കണ്ണൂരുണ്ടായത്. തീർത്തും പരാജയപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ് കണ്ണൂരിലുണ്ടായത്. KPCC പ്രസിഡന്റ് എന്ന നിലയിൽ തൻ്റെ രാഷ്ട്രീയ കർമ്മങ്ങൾ കൃത്യമായി നിറവേറ്റുകയും പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വമായ ധർമ്മം നിറവേറ്റുകയും ചെയ്തിട്ടുണ്ട് കെ സുധാകരൻ. പാർലമെന്റിലെ കേവലം അറ്റൻഡൻസ് കൊണ്ടല്ലല്ലോ ഒരു പ്രതിനിധിയുടെ പെർഫോമൻസിനെ നമ്മൾ അളക്കേണ്ടത്. പാർലമെന്റിനുള്ളിലുള്ള പെർഫോമൻസ് ആ രീതിയിൽ ശരാശരിയാകുമ്പോഴും പുറത്ത് അദ്ദേഹം എല്ലാ ജനങ്ങൾക്കും ലഭ്യമായിട്ടുണ്ട്. ജനങ്ങൾക്ക് അദ്ദേഹത്തിന് അടുത്തു പോകാം, ജനങ്ങളുമായി അദ്ദേഹം സംവദിക്കുന്നുണ്ട്. അദ്ദേഹം ചികിത്സയ്ക്ക് പോയ നാളൊഴിച്ചാൽ അദ്ദേഹം നോക്കൂ ജനങ്ങൾക്കിടയിൽ ജീവിച്ചൊരു നേതാവാണ്. അല്ല, അത് അങ്ങനെ പറയുമ്പോൾ രാഷ്ട്രീയം നടത്തുന്ന ഓരോരുത്തരുടെ ഉത്തരവാദിത്തം അതല്ലേ ജനങ്ങളുടെ ഇടയിൽ പ്രസിഡന്റ് കൂടി. ഇവിടെ കൃത്യമായി നാം പരിശോധിക്കേണ്ടത് ഈ സ്ഥാനാർത്ഥി എന്ന രീതി അദ്ദേഹം വീണ്ടും വരുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ്. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ നാടിന് എന്ത് ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ജനങ്ങൾക്കിടയിലുണ്ടായി, രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം ജനങ്ങൾക്കിടയിലുള്ളവരാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ MV ജയരാജൻ, അദ്ദേഹം പൂർണ്ണമായും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ഒരാളാണ്. ജനങ്ങൾക്കിടയിൽ ജനകീയമായി ഇടപെട്ട ഒരാളാണ്. MLA എന്ന നിലയിൽ തൻ്റെ കരുത്ത് തെളിയിച്ച ആളാണ്. അദ്ദേഹം ഈ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ തീർച്ചയായും ഒരു വലിയ വികസന കുതിപ്പിലേക്ക്, അതായത് ശ്രീമതി ടീച്ചർക്ക് ശേഷം ആ തുടർച്ചയുണ്ടാക്കാൻ ശ്രീ MV ജയരാജനിലൂടെ കണ്ണൂരിന് സാധിക്കും. എല്ലാവരും ജനങ്ങൾക്കിടയിലുള്ളവരാണ്. പക്ഷേ തൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിനുള്ള പോരായ്മയും പരാജയവുമാണ് തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ചർച്ച ചെയ്യുക.